അഞ്ചാമത്തെ കാരണം സഹോദരങ്ങളെ, മൗലിദാഘോഷം എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ഈദ് മീലാദുൻ നബി എന്നാണ് പരസ്യമായി ഇപ്പോൾ ഫ്ലെക്സുകളും ബോർഡുകളും പ്രത്യക്ഷപ്പെടും, നമുക്ക് കാണാം. ആശംസകൾ അർപ്പിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും നിർത്തലാക്കി മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ മാത്രം വകവെച്ചു നൽകി. ഒന്ന് ഈദുൽ അദ്ഹ, രണ്ടാമത്തേത് ഈദുൽ ഫിത്ർ. മൂന്നാമത്തൊരു ഈദ് കൂടി ഉണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല ഇതാ നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ പകരമായി നൽകുന്നു എന്നാണ് പറഞ്ഞത്. രണ്ട് ആഘോഷങ്ങൾ ഇതാ നിങ്ങൾക്ക് പകരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ചത് രണ്ട് ആഘോഷങ്ങൾ മാത്രമാണ്. മൂന്നാമത്തൊരു ആഘോഷം ഉണ്ടായിരുന്നുവെങ്കിൽ 13 വർഷങ്ങൾ മക്കയിൽ ജീവിച്ച് മദീനയിലേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ആഘോഷങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മൗലിദാഘോഷം മറന്നതാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും പറഞ്ഞപ്പോൾ മീലാദുൻ നബി, ഈദ് മീലാദുൻ നബി അവിടുന്ന് മറന്നു എന്ന് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടോ? അതുകൊണ്ട് ഇത് ഈദാണ്, ആഘോഷമാണ്. അങ്ങനെ ഒരു ആഘോഷം ഇസ്ലാമിൽ ഇല്ല തന്നെ. രണ്ട് ആഘോഷങ്ങളല്ലാത്ത മറ്റൊരാഘോഷവും മുസ്ലിമിന് ആഘോഷിക്കാൻ പാടില്ല. അതെന്തിൻ്റെ പേരിലായാലും ആരുടെ പേരിലായാലും ഒരു മുസ്ലിമിന് മൂന്നാമതൊരാഘോഷമില്ല.